ഞാൻ ശരിക്കും ക്രിയേറ്റീവ് ഫീൽഡിൽ വരേണ്ട ആളേ അല്ല. നമ്മളെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആദ്യ ഒരു സംഭവം ചെയ്തത്, ഞാനൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ ഫോട്ടോ എടുക്കും, അത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും, ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു വീഡിയോ പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു കാരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്ലാസ്സിന് പോയപ്പം തലശ്ശേരി ഒറീഗ മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പം അങ്ങനെ ഒറീഗനെ പറ്റി അറിഞ്ഞു. അച്ഛനോട് ചോദിച്ചു ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് പോട്ടെ എന്ന്. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ആണ്. അപ്പം എന്നോട് ചോദിച്ചു ആ ടെക്സ്റ്റൈൽസ് ഞാൻ എനിക്കൊരു ബ്രാഞ്ച് വേറെ സ്ഥലത്ത് ഇട്ട് തരട്ടെ, ടെക്സ്റ്റൈൽസ് ആയിട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഓൾറെഡി ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനുള്ളൊരു താല്പര്യ കുറവുണ്ട് എന്നുള്ളത് അച്ഛൻ പറഞ്ഞ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം അതിനോട് താല്പര്യമായി. അങ്ങനെ ഒറീഗയിലേക്ക് അങ്ങോട്ട് കൂടി. ഒരു വർഷത്തെ കോഴ്സാണ്. ഫോട്ടോഷോപ്പ് മുതൽ പുതിയൊരു ലോകം നമ്മളെ മുൻപിൽ തുറക്കാന്ന് പറയുന്നത്. അതായത് നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന പല സംഭവങ്ങളും നമുക്ക് തുറന്ന് കാട്ടാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ഭയങ്കര ചാർജായി. അവിടുന്ന് ഭയങ്കര ഫുൾ ചാർജിൽ ഇറങ്ങുക എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു അപ്പം നിന്നത്. ആ സമയത്ത് തന്നെ ക്യാമ്പസ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് കിൻഫ്രയിലുള്ളൊരു കമ്പനി വഴി ഹൈദരാബാദ് എയർപോർട്ടിലേക്കുള്ള ഒരു ജോബിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ കിൻഫ്രയിൽ വന്നു ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ്ങിന്. പക്ഷേ അവിടെ വന്നപ്പോഴാണ് ഞാനിതുവരെ പഠിച്ച സോഫ്റ്റ്വെയർ ഒന്നല്ല അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ വേറെ എന്തോ ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആകെ ഡെസ്പായി. കാരണം നമ്മൾ പഠിച്ചൊരു ഫീൽഡിലേക്ക് അല്ലേ പോകുന്നതെന്നുള്ളൊരു തോന്നല്. അങ്ങനെ നിന്ന് ഭയങ്കര ടെൻഷനായി നിൽക്കുമ്പോഴാണ് പിറ്റേന്നാണ് ഒറീഗേൻ്റെ അവരുടെ ഒരു ആനുവൽ ഡേ പരിപാടി നടക്കുന്നത്. അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ അങ്ങനെ വെറുതെ മനസ്സോടെ പരിപാടിക്ക് വന്നതാണ്. അപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്, നമ്മൾ ഒറീഗയിൽ തന്നെയുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അതിൻ്റെ ഒരു ലോഞ്ചിങ് ആണ്, അനൗൺസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, ഇത് ആരടാ, ഞങ്ങൾ പഠിച്ച മാതിരി പഠിച്ചൊരു ചങ്ങായി ഡോക്യുമെൻ്ററി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആകെ ഇതായി. നമ്മൾ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് ലാൽ ജോസാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര ഭീകരനായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു നെരുന്ത് വരത്തൊരു ചെങ്ങായി ഇങ്ങനെ കയറി വരുന്നത്. ലാൽ ജോസിന് അവർ പിന്നെ ചിതയിലെ ചിറകടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ചെങ്ങായി ഏതാന്നുള്ളത് നോട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ബാക്കിയുള്ള എൻ്റെ ജീവിതത്തിൽ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും എന്നുള്ളത് അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതാണ് ഞാനും ഇന്നത്തെ ഷംസീർ അഹമ്മദും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്.